ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി സ്റ്റഡീസ് 2-ലെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നൈറ്റിംഗിൾ. എഴുതിയത് ഹാൻസ് ക്രിസ്ത്യൻ ആൻഡർസൺ ആണ്. നൈറ്റിംഗിൾ എന്ന് പറയുന്നത് ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഫസ്റ്റ് പബ്ലിഷ്ഡ് ചെയ്തിരിക്കുന്നത് 1843 ഒരു കളക്ഷനിലാണ്, ന്യൂ ഫെയറി ടൈൽസ് എന്ന് പറയുന്ന കളക്ഷനിൽ. ഇറ്റ് ഹാസ് റിമൈൻഡ് പോപ്പുലർ ഓവർ ദി സെഞ്ച്വറീസ്. കുറേ ബയോഗ്രാഫേഴ്സ് വിചാരിച്ചിരുന്നത് ആൻഡർസൺ ഈ നൈറ്റിംഗിൾ എന്ന് പറയുന്നത് ഈ നെയിം എടുത്തത് കാരണം അദ്ദേഹത്തിൻ്റെ പെയിൻ, unrequited love for the Swedish opera singer Jenny Lind, whom he met in 1840. അപ്പോൾ അത് കൊണ്ടാണ് ഈ നൈറ്റിംഗിൾ എന്ന് പറയുന്ന പേരെടുത്തതെന്നാണ് വിശ്വസിക്കുന്നത് ബയോഗ്രാഫേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് ഒരു ഫേമസ് ഓഥർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്, ത്രൂ ജെന്നി ലിൻഡ് ഐ ഫസ്റ്റ് ബിക്കം സെൻസിബിൾ ഓഫ് ദി ഹോളിനെസ് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാണ്. ദോ ഹർ ഐ ലേൺഡ് that one must forget oneself in the service of the Supreme. No books, no men have had more ennobling influence upon me as a poet than Jenny Lind. അപ്പം ആൻഡർസൻ്റെ നൈറ്റിംഗിൾ എന്ന് പറയുന്നത് ട്രീറ്റീസ് ഓൺ ഇല്യൂഷൻ ആൻഡ് റിയാലിറ്റിയാണ്. ഇല്യൂഷനും ഉണ്ട്, റിയാലിറ്റിയും ഉണ്ട്. അപ്പം ഇതൊരു കഥ പോലെയാണ്. കഥയെന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കൊച്ചുനാളിൽ കേൾക്കുന്ന ഒരു കഥ പോലത്തെ ഒരു കഥയാണ്. ദ ചൈനീസ് എംപററാണ് ഈ സ്റ്റോറിയിലുള്ളത്. അദ്ദേഹം ഒരു മെറ്റീരിയൽ എക്സസ് ആൻഡ് ഫോൾസ് റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം he is flaunted by the shallow courtiers who shower him with false praises. അതായത് തെറ്റായിട്ടുള്ള പ്രൈസ് ഇങ്ങനെ വാഴ്ത്തപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. പാലസ് എന്ന് പറയുമ്പം ഭയങ്കര റോയലാണ്, ഭയങ്കര ഇല്യൂഷൻസ് ആണ് അതിൽ. where nothing is what it seemed to be. When a bejeweled mechanical bird is presented as a gift to the emperor, he neglects the real nightingale and soon banishes her from his kingdom. അപ്പോൾ ഈ ഒരു കഥയെന്ന് പറയുമ്പോൾ ഒരിടത്തൊരു ചൈനീസ് എംപറർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ നടക്കാൻ പോയപ്പം ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ ഒരു നൈറ്റിംഗിളിൻ്റെ ഒരു ഇത് കേൾക്കുന്നത് കാര്യം, അങ്ങനെ ഒരു സ്റ്റോറിയാണിത്. അപ്പം നൈറ്റിംഗിളിനെ എന്നിട്ട് രാജ്യത്ത് കൊണ്ടുവന്നിട്ട് നൈറ്റിംഗിൾ എന്ന് പറയുമ്പോൾ പാട്ട് പാടുമല്ലോ, അത് ലാസ്റ്റ് ഒരാൾ ഈ നൈറ്റിംഗിൾ അല്ല, ഒറിജിനൽ അല്ല, മെക്കാനിക്കൽ ബേർഡിനെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിണ്ടത്തിനെ തന്നെ റിയൽ നൈറ്റിംഗിളിനെ പറഞ്ഞു വിടുകയാണ്. അപ്പം he realizes his folly when bejeweled mechanical bird soon wears out and stops singing. ഒരിക്കൽ ഈ മെക്കാനിക്കൽ ബേർഡ് വർക്ക് ചെയ്യാതെ വരികയാണ് ഒരിക്കൽ ചെയ്യുന്നത്. Emperor also falls sick and is mercilessly abandoned by all his friends and courtiers. അപ്പം ഇവിടെ ആൻഡർസൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്, ഒരു ക്യാപ്റ്റിവേറ്റിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു പേഴ്സോണിഫൈഡ് ആക്കുകയാണ്. അതൊരു ക്രൂഷ്യൽ ക്യാരക്ടർ തന്നെ ആക്കുകയാണ് സ്റ്റോറിയിൽ. അപ്പം എംപറർ പെട്ടെന്ന് ആ ഒരു വിറ്റ്നസ് ചെയ്യാണ് ഡെത്തിനെ. പിന്നെ എംപറർ ഗുഡ് ആൻഡ് ഈവൽ ഡീഡ്സിൻ്റെ ഒരു സ്പെക്ടേഴ്സാണ്. നൈറ്റിംഗിൾ എന്ന് പറയുമ്പം എംപററിൻ്റെ ഫ്ലൈറ്റായിട്ടാണ് കാണുന്നത്. റിട്ടേൺസ് ടു ദ പ്ലേസ് ടു ദി റിവൈവ് ദ ഡൈയിങ് മൊണാർക്ക് ഫ്രം ഹിസ് ഡെത്ത് ബെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ ഈ നൈറ്റിംഗിളാണ് എംപററിന് പാട്ട് പാടി കൊടുക്കുന്നത്. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി ഫോർ ഹിം ആൻഡ് പ്ലീഡ്സ് വിത്ത് ദ ഡെത്ത് ടു റിട്ടേൺ ദ എംപറേഴ്സ് ബിലോങ്ങിങ്സ്. ഷീ റിഗെയിൻസ് ദ ക്രൗൺ, റോയൽ സോർഡ് ആൻഡ് ബാനർ one by one from the death and ultimately wins back the emperor's own life. അപ്പോൾ നൈറ്റിംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ പോർട്രേഡ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ സെൽഫ്ലെസ് ബേർഡ് ഹു എക്സ്പെക്ട്സ് നത്തിങ് ഇൻ റിട്ടേൺ ഫ്രം ദ എംപറർ. അപ്പം നൈറ്റിംഗിൾ എന്ന് പറയുമ്പോൾ വൈസും സെൻസിറ്റീവാണ്. എംപറർ ഓഫ് ചൈനയാണ് റോയൽ കോർട്ടിനെ സമ്മൺ ചെയ്യുന്നത്.
ഈ ഭയങ്കര നല്ല ഈ സ്വീറ്റ് വോയിസിന് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. He even offers her rich rewards, but according to the Nightingale, the greatest honor എന്ന് പറയുന്നത് the tears in an emperor's eyes ആണ്. അപ്പോൾ ഈ നൈറ്റിംഗൽ പാട്ട് പാടുമ്പം ഈ എംപററിൻ്റെ കണ്ണീര് വരുന്നുണ്ട്. അപ്പം ദ ക്ലൈമാക്സ് ഓഫ് ദി സ്റ്റോറി എന്ന് പറയുമ്പോൾ എംപറർ ഈ മെക്കാനിക്കൽ ബേർഡിനെ ത്രോ അവേ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ നൈറ്റിംഗലിനെ, നമ്മുടെ റിയൽ നൈറ്റിംഗലിനെ കോർട്ടിൽ കീപ്പ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. ബട്ട് അത് ജെൻലി എന്ത് ചെയ്യാണ്, റിഫ്യൂസ് ചെയ്യുവാണ്. നമ്മുടെ നൈറ്റിംഗൽ ആ ഓഫറിനെ റിഫ്യൂസ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഷീ കൺഫസ് ദാറ്റ് പാലസിലൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, അതേപോലെ ഒരു നെസ്റ്റിലും താമസിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പം അവൾ നൈറ്റിംഗൽ അഷ്വർ ചെയ്യുന്നുണ്ട് എംപററിനോട്, അവൾ ഈ എംപററിൻ്റെ വിൻഡോയുടെ ഔട്ട്സൈഡിൽ എപ്പോഴും അവിടെ ഇരിക്കാം, ആ ഒരു മരക്കൊമ്പിലിരിക്കും. എന്നിട്ട് എവറി ഈവനിങ് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാടുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ എംപറർ, ഷീ ഓൾവേസ് ലവ് ദ എംപറർസ് ഹാർട്ട് better than the crown and ask him not to reveal anything about her to anyone എന്നും പറഞ്ഞാണ് തീരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്, സിമ്പിൾ ഒരു ചിൽഡ്രൻ സ്റ്റോറി പോലെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.